സർ, അമിത്ഷായുടെ വരവ് ഒരു ഒന്നൊന്നര വരവ് തന്നെയായിരുന്നു. കേരളം കാത്തിരുന്നതാണ്, പ്രത്യേകിച്ച് LDF. കാരണം എന്താണ് അമിത്ഷാ പറയാൻ പോകുന്നതെന്ന് ഉള്ളൊരു അങ്കലാപ്പിലായിരുന്നു. അപ്പോൾ വേണ്ടുന്ന കൊട്ടുകളെല്ലാം കൊടുത്തു. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് BJP ഇനി ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. കാരണം സംസ്ഥാന ഭാരവാഹികളെയൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനകത്ത് തന്നെ പല വിഭിന്ന അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ അതുമായി ഉദ്ദേശിച്ചിട്ടാണോ ഈ ഒറ്റക്കെട്ടല്ലേ എന്നൊക്കെയുള്ളൊരു ചിന്തകളാണ്. ഈ അമിത്ഷായുടെ വരവ് തീർന്നിട്ടില്ല കേട്ടോ, ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയുണ്ട്. ഇതേപോലെ വരും. ആ ഓരോ വരവിലും ഓരോരോ നീക്കമാണ് നടത്തുന്നത്. കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ പലവട്ടം വന്നതാണ് തൃശ്ശൂർ പിടിച്ചെടുത്തുകൊണ്ട് പോയത്. അതുപോലെ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർ ലക്ഷ്യം വയ്ക്കുന്നത്, ആദ്യ ലക്ഷ്യമെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്, തദ്ദേശമാണ് ആദ്യ ലക്ഷ്യം. പഞ്ചായത്തുകൾ പിടിക്കുക, മുനിസിപ്പാലിറ്റി പിടിക്കുക, കോർപ്പറേഷൻ പിടിക്കുക, ഓരോന്നിനും അതിൻ്റേതായ തട്ടുണ്ട്. അതിനു മുമ്പ് ഇന്നലെ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിരുന്നു BJPയുടെ രക്തസാക്ഷികളെ പറ്റി. ഇന്ന് വന്ന ന്യൂസ് സദാനന്ദനെ രാജ്യസഭയിലെ അംഗമാക്കുന്നു എന്നുള്ളൊരു വാർത്ത. അപ്പം അദ്ദേഹം വന്ന് എന്തൊക്കെ പറയുന്നു ഉള്ളത്. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം മുന്നേ ഞാനത് പറഞ്ഞു. അദ്ദേഹം എന്താണോ പറയുന്നത് അത് വരാനിരിക്കുന്ന സുനാമിയുടെ ഒരു സൂചനയായിട്ട് തന്നെ കാണണമല്ലേ? അല്ല, ഈ കാര്യങ്ങളെല്ലാം തീർച്ചപ്പെടുത്തിയതിന് ശേഷമാണല്ലോ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. അതും കണ്ണൂരിൽ പോയി കാലുകുത്തുകയും ചെയ്തു. അതിന് ശേഷമാണല്ലോ ഈ രാജ്യസഭയിലേക്കുള്ള സദാനന്ദൻ മാസ്റ്ററുടെ ആ പ്രഖ്യാപനം സംസാരിച്ചുകൊണ്ട് അവർക്ക് അർപ്പിച്ചുകൊണ്ടാണ് ആ മന്ദിരം ഉയർന്നിരിക്കുന്നത് എന്നുള്ള വാക്കുകൾ പ്രസംഗത്തിലൂടെ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഉദ്ഘാടനം തന്നെ ചെയ്തത്. അല്ല, അദ്ദേഹം പറയുന്നുണ്ട്, അടുത്ത് നമ്മൾ അണികളെയാണ് ആദ്യം കാണേണ്ടത്. അവരെ വിശ്വാസത്തിൽ എടുക്കണം, അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് വേണം മുമ്പോട്ട് പോകേണ്ടത്. വിഭാഗീയതയല്ല. രാജീവ് ചന്ദ്രശേഖരനോടും ഇപ്പം സീറ്റ് കിട്ടാത്തവർക്കല്ല താക്കീത്, എല്ലാവരോടും അദ്ദേഹം വളരെ കർക്കശ സ്വഭാവത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്വരത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരനോടും പറഞ്ഞിട്ടുണ്ട്. അതായത് മുൻ BJPയുടെ അധ്യക്ഷന്മാരുണ്ട്, അവരുമായിട്ടും പല കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഈ മാറിയ രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെയാണ്, സമ്മതിച്ചു. പക്ഷേ അവരുമായിട്ടും, കാരണം പൂർവ്വകാല അനുഭവങ്ങളിൽ നിൽക്കുന്നവരാണ്, അവരിൽ നിന്നുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളണം. പുതിയ കാലത്തിൻ്റേതായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം. എല്ലാവരെയും മുഖവിലേക്ക് എടുക്കുക തന്നെ വേണം, ആരെയും മാറ്റി നിർത്തരുത്. ഇപ്പോൾ ഈ ഭാരവാഹി പട്ടികയിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞ് ആരും മുഖം തിരിച്ചു നിൽക്കണ്ട. ഇവർക്കെല്ലാം ഓരോരോ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഇവിടെ നിന്നൊക്കെ മുറുമുറുപ്പ് ഉയരുന്നുണ്ട്. ഇത് എല്ലാ പാർട്ടികളിലും ഉണ്ടാകും. ഇപ്പോൾ CPM പോലുള്ളൊരു പാർട്ടിയിലാണെന്നുണ്ടെങ്കിൽ ആ മുറുമുറുപ്പ് പുറത്തേക്ക് വരത്തില്ല. ഉണ്ടെങ്കിൽ ഒരല്പം വന്നതിന് ശേഷം 2 ദിവസം കഴിയുമ്പോൾ അതങ്ങ് താഴെ വീഴും. കോൺഗ്രസ്സിലാണ് പിന്നെ അതെടുത്തിട്ട് പിന്നെ തെരുവ് യുദ്ധമായിരിക്കും. കോൺഗ്രസ്സുകാർ പരസ്യമായി അലക്കും അങ്ങോട്ട്. അതാണ് അവരുടെ അല്ല, മുറുമുറുപ്പുണ്ടാക്കിയ TP വധവും സദാനന്ദനും ഒക്കെ നമ്മുടെ കൺമുമ്പിലുണ്ട്. ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ എന്തൊക്കെ മുറുമുറുപ്പ് ഉണ്ടാക്കിയവരെയൊക്കെ വെട്ടുന്ന സ്വഭാവമാണല്ലോ പാർട്ടിക്കുള്ളത്. അപ്പോൾ എന്തായാലും ഇവരുടെ അമിത്ഷായുടെ ഈ പ്രഖ്യാപനം, ഈ തദ്ദേശം നമുക്കറിയാം, തിരുവനന്തപുരം നഗരസഭ തന്നെ കൈയെത്തുന്ന ദൂരത്ത് മാത്രമാണ് നിൽക്കുന്നത്. ഒന്നാഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് ഈ 2025 നവംബറിലെ തിരുവനന്തപുരം നഗരസഭ BJPയുടെ ആയിരിക്കും സത്യപ്രതിജ്ഞ ചെയ്ത്, BJPയുടെ മേയറായിരിക്കും വരാൻ. അല്ല, തലസ്ഥാനം BJPയുടെ കൈകളിലായ പിന്നെ സാറ് നേരത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ കേരളം BJPയുടെ കയ്യിലായി എന്ന്. കാരണം തലസ്ഥാനത്ത് ആണ് എല്ലാവരും നോക്കുന്നത്, നോട്ടമിടുന്ന ഒരു സ്ഥലം തലസ്ഥാനമാണ്. ഇവിടെ ആര് ജയിക്കുമെന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായും ഇവിടെ BJP ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, കോർപ്പറേഷൻ അവരുടെ പരിധിക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ അത് BJPയുടെ വലിയൊരു വിജയം തന്നെയാണ്. അല്ല, BJPയുടെ A ക്ലാസ് ഇടമാണ് ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത്. ഇപ്പം ജയിക്കും എന്ന് പറഞ്ഞ് അല്ലേ കൊണ്ടുവന്നതാണ് അവർ. പക്ഷേ ചില സന്ദർഭം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 4 നിയമസഭാ തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിലെ 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ് BJP.
അപ്പോൾ ആ ശക്തിയൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ താഴേത്തട്ടിലേക്ക്, അതുകൊണ്ടാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ആരൊക്കെയായിരിക്കും മത്സരിക്കുന്നത് എന്നുള്ള ഒരു പട്ടികയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചിലതിൻ്റെയൊക്കെ സൂചനകൾ ഓരോരുത്തർക്ക് നൽകുകയും ചെയ്തു. ആ മണ്ഡലങ്ങളിലേക്ക് പോയി അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊള്ളാൻ പറഞ്ഞിരിക്കുകയാണ്. ഔദ്യോഗിക വിവരം പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ആ മണ്ഡലത്തിൽ പോയി പ്രവർത്തിക്കുമ്പോൾ ആ മണ്ഡലത്തിലുള്ള പഞ്ചായത്തുകളുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് ലക്ഷ്യം വെച്ച് ഇറങ്ങുമ്പോൾ ഓരോ പഞ്ചായത്തിലും ചെല്ലുകയും അവിടുള്ള വോട്ടർമാരും ഒക്കെ ആയിട്ട് തന്നെ കൂടുതൽ ബന്ധം സ്ഥാപിക്കാനും അവിടുത്തെ ജനകീയ വിഷയങ്ങൾ മനസ്സിലാക്കാനും ആ വിഷയങ്ങൾ പിന്നീട് ഉന്നയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനും സാധിക്കും. ഇത് വോട്ടാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. അല്ലാതെ ഈ ഒരുതരം കാടടച്ച് വെടിവെക്കുന്ന ഒരു സ്വഭാവത്തിലേക്കല്ല പോകേണ്ടത്. താഴേത്തട്ടിലുള്ള പ്രവർത്തന രീതികളുമായിട്ട് പോകണം. പഞ്ചായത്ത് തല തിരഞ്ഞെടുപ്പിൽ തന്നെ പ്രധാനമന്ത്രിയുടെ പദ്ധതികളൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അവരെ അതിൻ്റെ ഗുണഭോക്താക്കളാക്കി മാറ്റണം. ചിലതിൻ്റെയൊക്കെ ഗുണഭോക്താക്കളായിട്ടുണ്ട്. ഈ കർഷകർക്ക് ഒരു വർഷം കിട്ടുന്ന തുക, അല്ലെന്നുണ്ടെങ്കിൽ മറ്റു ചില മുദ്രാ ലോൺ പോലുള്ള കാര്യങ്ങൾ. ഇതുകൂടാതെ നിരവധി തൊഴിൽ സംരംഭകർക്ക് വേണ്ടിയിട്ട്, വഴിവാണിഭക്കാർക്ക് വേണ്ടിയിട്ട് ഇവർക്കൊക്കെ വായ്പാ സൗകര്യങ്ങളുണ്ട്. സബ്സിഡിയോടുകൂടി കുറഞ്ഞ പലിശ നിരക്കിൽ കുട്ടികൾക്ക് പഠനാവശ്യത്തിനുള്ള സ്കോളർഷിപ്പ്, ഇതൊക്കെ അറിയാതെ പോകുന്നുണ്ട്. അത് എത്തിക്കുന്ന ജോലിയും കൂടിയുണ്ട്. അല്ലാതെ വെറും ഒരു പഴഞ്ചൻ രാഷ്ട്രീയ മുഖമല്ല കാണിക്കേണ്ടത് എന്നുകൂടിയാണ് വെളിപ്പെടുത്തുന്നത്. ഇതൊക്കെ കൂടുതൽ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എന്ന് പറയുമ്പോൾ പഞ്ചായത്തിലെ ഒരു വാർഡിൽ എത്ര പേരുണ്ട്, അത്രയും പേരുമായിട്ട് കൂടുതൽ അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം ഏകദേശം വ്യക്തമാകും. വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എങ്ങോട്ടേക്ക് ചായും എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ അത് അറിയുന്നതനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് ചലിപ്പിക്കാൻ കഴിയും എന്നാണ് അമിത്ഷാ ഈ വാർഡ് തല നേതൃസംഗമത്തിൽ കഴിഞ്ഞ ദിവസം അവരോട് സംസാരിക്കവേ അറിയിച്ചത്. അത്തരത്തിൽ വേണം മുമ്പോട്ട് പോകേണ്ടത് കാര്യങ്ങൾ. ആ തരത്തിൽ പോയി കഴിഞ്ഞാൽ നേടിയെടുക്കാൻ കഴിയും. 2026 തന്നെ അധികാരത്തിൽ വരത്തക്ക രീതിയിൽ പോകണമെങ്കിൽ പഞ്ചായത്ത് പിടിക്കണം. അപ്പോൾ നഗരസഭ ഇതുണ്ട്, മുനിസിപ്പാലിറ്റികളുണ്ട്. ഇപ്പോൾ പാലക്കാടും പന്തളവും മാത്രമായിട്ട് നിൽക്കരുത്. ചിലയിടങ്ങളിൽ അടുത്തെത്തി നിൽക്കുന്നുണ്ട്. ചില വിരലിലെണ്ണാവുന്ന സീറ്റുകളുടെ കുറവിൽ മാത്രം നിൽക്കുന്നുണ്ട്. അതൊക്കെ നേടിയെടുക്കാം. കയ്യിലുള്ളതൊന്നും തന്നെ പോകരുത് എന്നുള്ളതാണ്. 2016 ഇവർ കിട്ടിയ ഒരു നിയമസഭാ സീറ്റ് 21 ഇവർക്ക് നഷ്ടമായി. അത്തരത്തിലുള്ള ഒരു നഷ്ടത്തിലേക്ക് ഇനിയും പോകരുത്. കയ്യിലുള്ളതെല്ലാം തന്നെ വീണ്ടും വൻ ഭൂരിപക്ഷത്തോടെ സുരക്ഷിതമാക്കണം, പുതുതായി നേടുകയും വേണം. ഇനിയിപ്പോൾ പണ്ടത്തെ പോലെ ഈ ഞങ്ങൾക്ക് ഇത്ര ശതമാനം വോട്ട് വർദ്ധിപ്പിച്ചു, വർധനവുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ആ മണ്ഡലം, ആ വാർഡ്, ആ നഗരസഭ, ആ മുനിസിപ്പാലിറ്റി ഇതെല്ലാം പിടിച്ചെടുത്തു എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത്. അതിനാണ് ഈ ഒരു വലിയ മോട്ടിവേഷനാണ്. മാത്രമല്ല കോടികൾ ചെലവഴിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് രീതിയാണ്. ഇന്ത്യയിൽ ലോകത്തെ ഏറ്റവും വലിയൊരു പാർട്ടിയല്ലേ, പൈസയ്ക്ക് കുറവുണ്ടോ? ഇതൊക്കെ വാരിക്കോരി തന്നെ, അതെ, വാരിക്കോരി തന്നെ ചെലവഴിക്കുമെന്നുള്ളതാണ്. അത് കാരണം ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം. ഇല്ലാതാക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യ രാജ്യം ഇല്ലാണ്ടാവുകയല്ലേ ചെയ്യുന്നത്? അത് എന്തായാലും ജനങ്ങൾ സമ്മതിക്കുമോ? അല്ല, ജനങ്ങൾ സമ്മതിക്കുമെന്ന് ചോദിച്ചാൽ അല്ല, ആ പ്രസ്ഥാനം കഴിവുകെട്ടതായി മാറുമ്പോൾ അത് സ്വയം നശിച്ചു പോകുന്നതായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്.